ഹലോ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ മെഹന്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുത്തേക്കണം. അപ്പോൾ അതാണ്, എന്നാലേ കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മെഹന്തിൻ്റെ എലമെൻറ്റ്സ് ആണ്, ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ആണ് ഇന്നലെ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ ലൈൻസ് നോക്കി, ലൈൻ എങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കാമെന്ന് നോക്കി. അതുപോലെ തിൻ ലൈന്, തിക്ക് ലൈന്, സിഗ്സാഗ് ലൈന്, വേവി ലൈന് ഒക്കെ നമ്മൾ അതിൽ നോക്കി. ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്ലാൻഡിങ് ലൈന്, അതുപോലെ തന്നെ ലൂപ്പ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് വരയ്ക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ ഈ പ്രഷർ കോണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കയ്യിൽ ലെവലായി കിട്ടാൻ വേണ്ടി ലൂപ്പ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബേസിക് ഹെന്ന എലമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ബേസിക് ഹെന്ന എലമെൻറ്റ്സിൽ ഇന്നലെ നമ്മൾ ലൈൻസാണ് നോക്കിയത്. തിൻ ലൈനും, തിക്ക് ലൈനും, സിഗ്സാഗ് ലൈനും, വേവി ലൈനും ഒക്കെ ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അത് കണ്ടിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ജസ്റ്റ് ആ ലൈൻസൊക്കെ ഒന്ന് സ്പീഡിലൊന്ന് വരച്ചിടാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നോക്കുന്നത് സ്ലാൻഡിങ് ലൈനാണ് കേട്ടോ. അപ്പോൾ സ്ലാൻഡിങ് ലൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഒരു ഭാഗത്തോട്ട് ചെരിച്ച് വരയ്ക്കുന്ന ലൈനെയാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. അതും നമ്മൾ ബോർഡ് ടച്ച് ചെയ്യാതെ തന്നെ വരക്കണം കേട്ടോ. ആ സാധാരണ നമ്മൾ ഇന്നലെ വരച്ച ലൈനിൻ്റെ അതേപോലെ തന്നെ വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്യാപ്പ് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തൊട്ട് മുന്നത്ത് നിന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്കും നമുക്കിങ്ങനെ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ വരയ്ക്കുന്നതിനെയാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ഈ ഒരു ലൈൻസ് വരയ്ക്കാം. ഏത് ഭാഗത്തോട്ടും നമുക്ക് ഈ ഒരു ലൈൻസിനെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കോണോ OHP ഷീറ്റും A4 ഒക്കെ എടുത്തതിൻ്റെ കൂടെ തന്നെ വരയ്ക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ വരച്ചാൽ എളുപ്പം മനസ്സിലാവും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ഇന്നലെ വരച്ച അതേ ലൈൻ തന്നെ ഒന്ന് ചെരിച്ച് വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് സ്ക്വയർ വരച്ച് നോക്കാം. ഇതൊക്കെ നമ്മൾ ലൈന് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി സ്ക്വയർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നത് പോലെ തന്നെ വരയ്ക്കണം. ബോർഡിൽ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സൈസിൽ സ്ക്വയർ വരച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ സ്ക്വയർ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മെഹന്തിൻ്റെ ക്ലാസ് 1-2 ക്ലാസ് എടുത്ത് നിർത്തല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒരു ഡിപ്ലോമ ഇൻ മെഹന്തി ആയിട്ട് സർട്ടിഫിക്കറ്റോടെ ഇറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിൽ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഇൻഷാല്ലാ എല്ലാ വീഡിയോസും ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ മറക്കാതെ ലൈക്ക് കൊടുത്തേക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയാണ് സ്ക്വയർ വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ പല സൈസിലും നമുക്ക് സ്ക്വയർ വരച്ചു കൊടുക്കാം. ബോർഡിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളത് ലൂപ്പാണ്. ഈ ലൂപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ ഒരു കോണിൻ്റെ പ്രഷറൊക്കെ നമ്മളെ കയ്യിൽ നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ബോർഡ് ടച്ച് ചെയ്യാതെ മെഹന്തി എടുക്കാതെ, അതായത് ഗ്യാപ്പ് വരികയാണെങ്കിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ മെഹന്തി എടുക്കാതെ വേണം നമ്മൾ ഈ ഒരു ലൂപ്പ് വരച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കോണ് നോക്കി വാങ്ങുക. സിങ് പറ്റും. വഫാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സിങ്ങിൻ്റെ അത്ര പെർഫെക്റ്റ് കിട്ടണില്ല കേട്ടോ. അപ്പോൾ സിങ് നല്ല അടിപൊളിയാണ്. അപ്പോൾ പിന്നെ പ്രാക്ടീസ് കോൺ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്യാൻ നമ്പറൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൂപ്പ് കണ്ടില്ല, അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ മെഹന്തി കോൺ എടുക്കാതെ വേണം നമ്മൾ ഈ ഒരു ലൂപ്പ് വരച്ച് കൊടുക്കാൻ. ഞാൻ ഒന്നും കൂടി വരക്കാം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, അല്ലാത്തവർ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂപ്പ് വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സ്ലാൻഡിങ് ലൈന്, സ്ക്വയർ, ലൂപ്പാണ് നോക്കിയത്. ഇന്നലെ തിൻ ലൈന്, തിക്ക് ലൈന്, സിഗ്സാഗ് ലൈന്, വേവി ലൈന് ഒക്കെ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ലൈൻസ് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ലൈൻസ് നേരെ വരച്ച് കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ എലമെൻറ്റ്സ് കിട്ടിയാൽ നമുക്ക് പല ഡിസൈൻസും വരയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഐഡിയ അനുസരിച്ച് നമുക്ക് ഡിസൈൻസ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൈന് നേരെയും പിന്നെ അതിൻ്റെ നേരെ കുത്തനെയും കുറച്ച് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത്ര വരച്ചതിന് ശേഷം നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഡോട്ട്സ് നമ്മൾ പഠിക്കാൻ വരുന്നേ ഉള്ളൂ, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ലൈനും ഡോട്ടും വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്ന് നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലൂപ്പ്, സ്ക്വയർ, സ്ലാൻഡിങ് ലൈന്, പിന്നെ ലൈൻസ് വെച്ചിട്ടൊരു ഡിസൈനും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാൻ എന്നും ഓരോ A4 ഒന്നും വേണ്ട കേട്ടോ. OHP ഷീറ്റും ഒരൊറ്റ OHP ഷീറ്റ് 5 രൂപ എങ്ങാണ്ട് റേറ്റ് വരുന്നുള്ളൂ. OHP ഷീറ്റും ഒരു A4 മാത്രം മതി കേട്ടോ. നമുക്ക് കഴുകി കളഞ്ഞിട്ട് വീണ്ടും അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.